ഹലോ ഫ്രണ്ട്സ്, ലാസ്റ്റ് എപ്പിസോഡിൽ നോഡ് മെയിലർ യൂസ് ചെയ്തിട്ട് നമ്മൾ OTP ഫോർവേഡ് ചെയ്തു. ഇനി ഈ OTP എങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇത് നമ്മുടെ സൈനപ്പ് ഫംഗ്ഷനാണ്. സൈനപ്പ് ഫംഗ്ഷനിൽ OTP വെരിഫൈ ചെയ്യാനുള്ളത് നമ്മൾ കമൻറ്റ് ചെയ്തിരുന്നു. അതൊന്ന് ജസ്റ്റ് അൺകമൻറ്റ് ചെയ്യുക. ദെൻ ഇവിടെ നമ്മൾ സൈനപ്പ് പേജിലുള്ള ഇമെയിലും പാസ്വേഡും കൺഫേം പാസ്വേഡും ഡിസ്ട്രക്ചർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നെയിമും ഫോൺ നമ്പറും കൂടി ആഡ് ചെയ്യാം. ദെൻ ഈ നെയിമും ഫോണും സെക്ഷനിലേക്കും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റ ഫില്ല് ചെയ്തിട്ട് ഒരു എൻ്റർ പേജ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ OTP വെരിഫിക്കേഷൻ പേജ്. ഇതൊരു സിമ്പിൾ ഇതാണ്. ഇതിൽ OTP എൻ്റർ ചെയ്യാനുള്ളൊരു ഫീൽഡ് ഉണ്ട്, പിന്നെ ഒരു ബട്ടൺ, പിന്നെ ടൈമർ ഉണ്ട്, പിന്നെ റീസെൻറ്റ് OTPക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണുണ്ട്. നമുക്കിത് നോക്കാം. ഈ പേജ് വന്നിട്ട് വ്യൂസിൽ യൂസർ വെരിഫൈ OTP, ഇതാണ് നമ്മുടെ പേജ് വരുന്നത്. ഈ ടെംപ്ലേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്വീറ്റ് അലേർട്ട് ലിങ്ക് ഹെഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്വീറ്റ് അലേർട്ട് യൂസ് ചെയ്യുന്നത് യൂസറിന് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് സ്വീറ്റ് അലേർട്ടിൻ്റെ ഒരു CSS ഫയലും ഒരു CDN ഫയലും താഴെ സ്ക്രിപ്റ്റ് ടാഗിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫോമിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അട്രിബ്യൂട്ട്സിൽ വെരിഫൈ OTP കൊടുത്തിട്ടുണ്ട്. ഓൺ സബ്മിറ്റിൽ നമുക്കൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാം, ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാം. റിട്ടേൺ വാലിഡേറ്റ് OTP ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഈ ഫംഗ്ഷൻ നമുക്ക് താഴെ വന്നിട്ട് ഡിഫൈൻ ചെയ്യാം. സ്ക്രിപ്റ്റ് ടാഗിനകത്ത് ഫംഗ്ഷൻ വാലിഡേറ്റ് OTP ഫോം. നമുക്കാദ്യം യൂസർ എൻ്റർ ചെയ്ത OTP ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. കോൺസ്റ്റ് OTP ഇൻപുട്ട് കൊടുക്കാം. ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID. നമുക്ക് OTPയുടെ ID OTP എന്നാണ്. അതിൽ വാല്യൂ. നമ്മളിത് ബാക്ക് എൻഡിലോട്ട് ഫോർവേഡ് ചെയ്യുന്നത് അജാക്സ് ഫോർമാറ്റിലാണ്. അജാക്സ് എന്ന് പറയുന്നത് ഒരു അസിൻക്രണസ് വേയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പേജ് റിഫ്രഷ് ആകാതെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ബാക്ക് എൻഡിലോട്ട് ഡാറ്റ ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. സോ അജാക്സിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത് $.ajax. അതിൽ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റിലെ ഫസ്റ്റ് ഫീൽഡ് വരുന്നത് ടൈപ്പ്. സോ പോസ്റ്റ്. ദെൻ URL വെരിഫൈ OTP. ദെൻ ഡാറ്റ ആയിട്ട് വരുന്നത് OTP ആണ്.
സോ OTP എന്നുള്ള പേര് കൊടുക്കാം. നമ്മൾ OTP ഇരിക്കുന്നത് OTP ഇൻപുട്ട് എന്ന് പറഞ്ഞ വേരിയബിളിലാണ്. കോമ ഇനി ഇത് സക്സസ് ആണെങ്കിൽ നമുക്കൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ സക്സസ് വാല്യൂ നമുക്ക് റെസ്പോൺസിൽ എക്സിക്യൂട്ട് ചെയ്യാം. ഇനി റെസ്പോൺസ് സക്സസ് ആണെങ്കിൽ ഡോട്ട് സക്സസ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ സ്വീറ്റ് അലേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു NPM ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കാം. സോ സ്വീറ്റ് അലേർട്ടിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് swal.fire. അതിൽ ഫസ്റ്റ് ഫീൽഡ് വരുന്നത് ഐക്കൺ നമുക്കൊരു ഗ്രീൻ കളർ ഐക്കൺ കൊടുക്കാം. അതിനുള്ള സക്സസ് എന്നാണ്. ദെൻ ടൈറ്റിൽ മെസ്സേജ് OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കൊടുക്കാം. അടുത്തത് ഷോ കൺഫേം ബട്ടൺ. ഫോൾസ് ആയിട്ട് കൊടുക്കാം. അത് ട്രൂ കൊടുക്കുന്നത് സാധാരണയായിട്ട് ഡിലീറ്റൊക്കെ ഉള്ള ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്. അതിൽ കൺഫേം ബട്ടണും ക്യാൻസൽ ബട്ടൺ ഉണ്ടാവുമല്ലോ. സോ ഇതിൽ നമുക്ക് ആവശ്യമില്ല, ഇത് ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷനാണ്. സോ ഷോ കൺഫേം ബട്ടൺ ഫാൾസ്. ടൈമർ നമുക്കൊരു 1500 മില്ലി സെക്കൻഡ് കൊടുക്കാം. അതായത് 1.5 സെക്കൻഡ് നോട്ടിഫിക്കേഷൻ കീപ്പ് ചെയ്ത് നിൽക്കണം. ദെൻ അതിന് ശേഷമുള്ളത് നോട്ടിഫിക്കേഷന് ശേഷം എന്താണെന്നുള്ളൊരു പ്രോമിസിനകത്ത് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ നമുക്കിവിടെ റീഡയറക്റ്റ് ചെയ്യാനുള്ള പാത്ത് വിൻഡോ ഡോട്ട് ലൊക്കേഷൻ ഡോട്ട് href റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് URL. റെസ്പോൺസിന് ശേഷം റീഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു OTP വെരിഫിക്കേഷൻ എറർ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എൽസ് കേസ് കൊടുക്കാം. swal.fire icon error title error text റെസ്പോൺസിലുള്ള മെസ്സേജ് ഡിസ്പ്ലേ കാണിക്കാം. നമുക്കിനി ഇൻവാലിഡ് OTP ആണെങ്കിൽ എറർ ഫങ്ഷൻ
ഫയർ, ഐക്കൺ, എറർ, ടൈറ്റിൽ, നമുക്ക് ഇൻവാലിഡ് OTP കൊടുക്കാം. നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് പ്ലീസ് ട്രൈ അഗൈൻ കൊടുക്കാം. ദെൻ എൻഡിങ്ങിൽ റിട്ടേൺ ഫാൾസ് കൊടുക്കാം. ഇനി നമുക്ക് ഈ റൂട്ട് സെറ്റ് ചെയ്യാം, വെരിഫൈ OTP. അതിന് റൂട്ട്സിൽ യൂസർ റൂട്ടർ ഡോട്ട് പോസ്റ്റ് വെരിഫൈ OTP യൂസർ കൺട്രോളർ ഡോട്ട് വെരിഫൈ OTP. ദെൻ യൂസർ കൺട്രോളറിൽ വന്നിട്ട് വെരിഫൈ OTP ഡിഫൈൻ ചെയ്യാം. വെരിഫൈ OTP സിങ്ക് റിക്വസ്റ്റ് റെസ്പോൺസ് നമുക്കാദ്യം യൂസർ എൻ്റർ ചെയ്ത OTP ഒരു വേരിയബിളിലേക്ക് ഡീസ്ട്രക്ചർ ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്തേക്കാം. നമുക്കിനി ക്രോസ് ചെക്ക് ചെയ്യാം, സെഷനിലുള്ള OTPയും യൂസർ എൻ്റർ ചെയ്ത OTPയും മാച്ചിങ് ആണെന്ന് നോക്കാം. ഇഫ് OTP ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് യൂസർ OTP. മാച്ചിങ് ആണെങ്കിൽ അത് നമുക്കൊരു വേരിയബിളിലേക്ക് സെഷനിൽ നിന്ന് എടുത്ത് വയ്ക്കാം. റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് യൂസർ ഡാറ്റ. നമുക്കിനി യൂസറിൻ്റെ പാസ്വേഡ് ഒന്ന് ഹാഷ് ചെയ്തിട്ട് വേറൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. കോൺസ്റ്റ് പാസ്വേഡ് ഹാഷ് എന്ന് കൊടുക്കാം. അവൈറ്റ് നമുക്കൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാം, സെക്യൂർ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട്. പാസ്വേഡിലേക്ക് നമ്മുടെ യൂസറിൻ്റെ പാസ്വേഡ് പാസ് ചെയ്യാം. ഈ സെക്യൂർ പാസ്വേഡ് എന്ന ഫംഗ്ഷൻ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. സിങ്ക് പാസ്വേഡ് കോൺസ്റ്റ് പാസ്വേഡ് ഹാഷ് അവൈറ്റ്. നമ്മൾ
പാസ്വേഡ് ഹാഷ് ചെയ്യുന്നത് bcrypt എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. const bcrypt require bcrypt. bcrypt.hash അതിൽ പാസ്വേഡ് പാസ് ചെയ്യാം. പിന്നെ 10 എന്ന് പറഞ്ഞിട്ട് അത് ഹാഷ് ചെയ്യുന്നതിനുള്ള ഒരു വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നതാണ്. സോ യെസ്, അതിനുശേഷം ഈ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ പാസ്വേഡ് ഹാഷ്. നമുക്ക് ഇനി ഇതൊരു വേരിയബിളിലേക്ക് എടുത്ത് വയ്ക്കാം. കോൺസ്റ്റ് സേവ് യൂസർ ഡാറ്റ. യൂസർ ഡേറ്റയിൽ നെയിം ഉണ്ട്, യൂസർ ഡോട്ട് നെയിം, പിന്നുള്ളത് ഇമെയിൽ, യൂസർ ഡോട്ട് ഇമെയിൽ, ഫോൺ, യൂസർ ഡോട്ട് ഫോൺ, പിന്നുള്ളത് ഹാഷ് ചെയ്ത പാസ്വേഡ്. പാസ്വേഡ് ഹാഷ്. ഇനി നമുക്ക് ഈ യൂസർ ഡാറ്റ സേവ് ചെയ്യാം. await save user data dot save. നമുക്കിനി ഈ ഡാറ്റ സെഷനിലേക്ക് കൂടി ആഡാകാം. റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് യൂസർ സേവ് യൂസർ ഡാറ്റ. യൂസറിൻ്റെ ഡാറ്റയിലുള്ള യൂസറിൻ്റെ ID, യൂണീക്കായിട്ടുള്ള ID നമുക്ക് സെഷനിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാം. കാരണം ഇത് ഹോം പേജിലേക്ക് പോകുമ്പോൾ അത് ഓതറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസർ ID നമ്മൾ സെഷനിലേക്ക് അസൈൻ ചെയ്യുന്നത്. ദെൻ നമുക്കൊരു ഫ്രണ്ട് എൻഡിലേക്കുള്ള റെസ്പോണ്ട് res ഡോട്ട് json സക്സസ് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ വാല്യൂ റീഡയറക്റ്റ് URL. റീഡയറക്റ്റ് ചെയ്യാനുള്ള പാത്ത് ഹോം പേജ് കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹോം പേജ് കൊടുക്കാം, അല്ലെങ്കിൽ ലോഗിൻ പേജ് ആയിട്ടും കൊടുക്കാം. ഇനി OTP കറക്റ്റ് അല്ലെങ്കിലുള്ള എൽസ് കേസ് കൊടുക്കാം. ഇൻവാലിഡ് OTP ആണെങ്കിൽ നമുക്ക് റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് 500 കൊടുക്കാം. $500 അല്ല, 400. ഡോട്ട് JSON സക്സസ് ഫോൾസ് മെസ്സേജ്
invalid OTP, please try again കൊടുക്കാം. Please try again. Then catchil console.error verifying OTP. നമുക്കിനി വെരിഫൈ OTP എക്സ്പോർട്ട് ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് നോക്കാം. നമുക്ക് OTP എൻ്റർ ചെയ്യാം. 367410. നമുക്കിനി റോങ് OTP എൻ്റർ ചെയ്ത് നോക്കാം. ഇൻവാലിഡ് OTP എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഡിസ്പ്ലേ കാണിച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, ടൈമർ സ്റ്റിൽ റണ്ണിങ് ആണ്. അതൊരിക്കലും റീസ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല റോങ് OTP എൻ്റർ ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളത് റീസെൻറ്റ് OTP ആണ്. അതിനു വേണ്ടിയിട്ട് വെരിഫൈ OTP പേജിലോട്ട് വരിക. അവിടെ റീസെൻറ്റ് OTP എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. ആ ഫങ്ഷൻ നമുക്ക് താഴെ ഡിഫൈൻ ചെയ്യാം. ഫങ്ഷൻ റീസെൻറ്റ് OTP clear interval ടൈമർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഫങ്ഷൻ മുകളിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ടൈമർ ക്ലിയർ ചെയ്തു. ദെൻ പുതിയ ടൈമർ ഡ്യൂറേഷൻ ഒരു 60 സെക്കൻഡ്. ദെൻ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID. OTPയുടെ ID എന്ന് പറയുന്നത് OTP ഡിസേബിൾഡ് ഫോൾസ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. document dot get element by ID timer value class list dot
റിമൂവ് എക്സ്പയർഡ്. ടൈമർ എക്സ്പയർ ആവുന്ന സമയത്ത് ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് അവിടെ ഉണ്ടാവും. അത് റിമൂവ് ആയിട്ട് വേണം റീസെൻ്റ് OTPയുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിനുള്ള ഒരു സിൻടാക്സ് ആണിത്. ദെൻ അതിനുശേഷമായിരിക്കണം ടൈമർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ടൈമർ കോൾ ചെയ്യാം. ദെൻ ഡാറ്റ നമ്മൾ അജാക്സ് ആയിട്ടാണ് ഫോർവേഡ് ചെയ്യുന്നത്. $.ajax. ടൈപ്പ് പോസ്റ്റ്. URL recent OTP. Success function response exit ചെയ്യുന്നു. sval.fire icon success title OTP resent successfully. Show confirm button false. Timer 1500 milliseconds, അതായത് 1.5 സെക്കൻഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എൽസ് കേസ് sval.fire icon error title error text on error occurred while resending OTP. Please try again. നമുക്ക് എൻഡിങ്ങിൽ റിട്ടേൺ ഫാൾസ് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ റൂട്ട് സെറ്റ് ചെയ്യാം. യൂസർ റൂട്ടറിൽ router.post recent OTP user controller dot recent OTP. യൂസർ കൺട്രോളിൽ വന്നിട്ട് റീസെൻ്റ് OTP നമുക്ക് ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് റീസെൻ്റ് OTP async
റിക്വസ്റ്റ് റെസ്പോൺസ് കോൺസ്റ്റ് സെഷനിൽ നിന്ന് നമുക്ക് ഇമെയിൽ റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് യൂസർ ഡാറ്റ ഇമെയിൽ ഇല്ലെങ്കിൽ നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട് എൻഡിലോട്ട് ഒരു മെസ്സേജ് പാസ് ചെയ്യാം. റിട്ടേൺ റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് 400 ഡോട്ട് JSON false മെസ്സേജ് നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. ഇമെയിൽ നോട്ട് ഫൗണ്ട് ഇൻ സെഷൻ കൊടുക്കാം. നമുക്ക് പുതിയ OTP ക്രിയേറ്റ് ചെയ്യണം. റീസെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറേറ്റ് OTP റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് യൂസർ OTP സെഷനിലേക്ക് OTP നമ്മൾ അസൈൻ ചെയ്തു. നമുക്കിത് ഫോർവേഡ് ചെയ്യാം. കോൺസ്റ്റ് ഇമെയിൽ സെൻഡ് await സെൻഡ് വെരിഫിക്കേഷൻ ഇമെയിൽ കോൾ ചെയ്യാം. നമുക്ക് ഇമെയിലും OTPയും പാസ് ചെയ്യാം. ഇമെയിൽ ഡോട്ട് OTP if email sent ഒരു കൺസോൾ ചെയ്യാം. റീസെൻഡ് OTP OTP ഫ്രണ്ട് എൻഡിലേക്ക് പാസ് ചെയ്യാം. റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് 200 ഡോട്ട് JSON സക്സസ് ട്രൂ മെസ്സേജ് നമുക്ക് എന്താ കൊടുക്കേണ്ട OTP റീസെൻറ്റ് സക്സസ്ഫുള്ളി എന്ന് കൊടുക്കാം. എൽസ് കേസ് റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് 500 JSON സക്സസ് ഫാൾസ് ആയിട്ട് സെറ്റ് ചെയ്യാം. മെസ്സേജ് failed to resend OTP please try again ഒരു മെസ്സേജ് പാസ് ചെയ്യാം. ഇനി നമുക്ക് ക്യാച്ചിൽ
console.error ഫ്രണ്ട് എൻഡിലേക്ക് ഒരു എറർ പാസ് ചെയ്യാം. സക്സസ് ഫോൾസ് മെസ്സേജ് internal server error please try. സോ ഓൾമോസ്റ്റ് നമ്മുടെ OTP റീസെൻഡ് ചെയ്യാനുള്ള ഫങ്ഷൻ സെറ്റായി. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. റീസെൻറ്റ് OTP എക്സ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് റീസെൻറ്റ് OTP ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ടൈമർ അഗൈൻ റീസ്റ്റാർട്ടായി. OTP റീസെൻറ്റ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡിൽ OTP വെരിഫൈ ചെയ്യുന്നതും OTP റീസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മുടെ പ്രോജക്റ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു.